Hi friends, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മാർക്കറ്റിൽ ട്രെൻഡിംഗ് ആയിട്ടുള്ള രണ്ട് ഫോണുകൾ കമ്പയർ ചെയ്തുകൊണ്ടുള്ള വീഡിയോയാണ്. Xiaomiയുടെ സബ് ബ്രാൻഡായ പോക്കോയുടെ Poco F1 എന്ന് പറയുന്ന ഫോണും അതിനോടൊപ്പം തന്നെ Oppo F9 Pro എന്ന് പറയുന്ന ഫോണുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കമ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ രണ്ട് ഫോണുകളുടെയും ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം ഈ രണ്ട് ഫോണുകളും ഏകദേശം ഒരേ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളാണ്. അതിനോടൊപ്പം തന്നെ രണ്ട് കമ്പനികളും വളരെ പ്രതീക്ഷയോടുകൂടി മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന ഫോണുകളാണ് Oppo F9 Proയും Poco F1 എന്ന് പറയുന്ന ഫോണും. ഒരു 25,000 രൂപയുടെ താഴെ ഒരു ഫോൺ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർ തീർച്ചയായിട്ടും Oppo F9 Proയും Poco F1 എന്ന് പറയുന്ന ഫോണിനെ കുറിച്ചും ചിന്തിക്കും. നമ്മൾ കൊടുക്കുന്ന പണത്തിനുള്ള വാല്യൂ ഏത് ഫോണിലായിരിക്കും ലഭിക്കുക? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളും ഒന്ന് വിശദമായിട്ട് മനസ്സിലാക്കാം. ഒന്നാമത്തെ പോയിന്റ്, രണ്ട് ഫോണുകളിലും IPS ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുക. Oppo F9ൽ 6.3 ഇഞ്ച് സൈസുള്ള ഡിസ്പ്ലേ ആണ്. Poco F1ൽ 6.18 ഇഞ്ച് സൈസുള്ള സ്ക്രീനാണ് ലഭിക്കുക. Oppo F9ന്റെ റെസൊല്യൂഷൻ 1080x2340 ആണ്. ഇതിന്റെ PPI 409 ഡെൻസിറ്റി ആണ്. സ്ക്രീൻ റേഷ്യോ 19.5:9 ആണ് Oppo F9ന്റെ സ്ക്രീൻ റേഷ്യോ. ഇനി Poco F1ൽ 1080x2244 പിക്സൽ റെസൊല്യൂഷൻ ആണ് ലഭിക്കുക. ഇതിന്റെ സ്ക്രീൻ റേഷ്യോ 18.7:9 ആണ്. ഇതിന്റെ PPI 403 ഡെൻസിറ്റി ആണ്. നാലാമത്തെ പോയിന്റ്, രണ്ട് ഫോണുകളിലും നമുക്ക് കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് ലഭിക്കും. Oppo F9ൽ നമുക്ക് കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 6 ആണ് ലഭിക്കുക. Poco എന്ന് പറയുന്ന ഫോണിൽ കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 3 ആണ് ലഭിക്കുക. Oppoയിൽ ലഭിക്കുന്ന ഗ്ലാസ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 6 ആണ്. എന്നാൽ പോക്കോയിൽ കുറച്ച് പഴയ ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗൊറില്ല ഗ്ലാസ് 3 ആണ് പോക്കോയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് ഫോണുകളിലും ആൻഡ്രോയിഡ് ഓറിയോ നമുക്ക് ലഭിക്കും. ഇതിന് ശേഷമുള്ള ഒരു അപ്ഡേറ്റ് കൂടി എന്തായാലും ഉറപ്പായിട്ടും ഈ രണ്ട് ഫോണുകളിലും നമുക്ക് ലഭിക്കും. Oppo F9 Proയുടെ പ്രോസസർ സൈഡിൽ MediaTek Helio P60 ചിപ്സെറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ Qualcomm Snapdragon 45 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് വളരെ ഹൈ എൻഡ് ആയിട്ടുള്ള ഡിവൈസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രോസസ്സറാണ്. ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലൊക്കെ ലഭിക്കുന്ന പ്രോസസ്സറാണ് ഈ പോക്കോ എന്ന് പറയുന്ന ഫോണിൽ Xiaomi നൽകിയിരിക്കുന്നത്. രണ്ട് ഫോണുകളുടെയും CPU ഒക്ടാകോർ ആണ്. ഇതിൽ Oppo F9 ക്ലോക്ക് ചെയ്തിരിക്കുന്നത് 2 GHz-ലും Poco F1 ക്ലോക്ക് ചെയ്തിരിക്കുന്നത് 2.8 GHz-ലുമാണ്. അടുത്ത പോയിന്റ്, രണ്ട് ഫോണുകളിലെയും മൈക്രോ SD കാർഡ് നമുക്ക് 256 GB വരെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. Oppo F9 എന്ന് പറയുന്ന ഫോണ് 4 GB റാം വേരിയന്റിലും 6 GB റാം വേരിയന്റിലും ലഭിക്കുന്നുണ്ട്. Poco F9 എന്ന് പറയുന്ന ഫോൺ നമുക്ക് 6 GBയുടെ രണ്ട് വേർഷൻ ലഭിക്കും. അതിനോടൊപ്പം തന്നെ 8 GB റാമിന്റെ 28,999 രൂപയുടെ ഒരു വേർഷൻ കൂടി Poco F1ൽ ലഭിക്കുന്നുണ്ട്. ഈ രണ്ട് ഫോണുകളുടെയും ക്യാമറ സൈഡ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ Oppo F9ൽ ബാക്ക് സൈഡിൽ രണ്ട് ക്യാമറകൾ ലഭിക്കും. ഒരെണ്ണം 16 മെഗാപിക്സലിന്റെ 2.0 അപ്പർച്ചറോട് കൂടിയുള്ള ഒരു ക്യാമറയും അതിനോടൊപ്പം തന്നെ 2 മെഗാപിക്സലിന്റെ ഒരു ക്യാമറയും ബാക്ക് സൈഡിൽ ലഭിക്കും. Poco F1ൽ 12 മെഗാപിക്സലിന്റെ 1.9 അപ്പർച്ചറോട് കൂടിയുള്ള ക്യാമറയും അതിനോടൊപ്പം തന്നെ ഒരു 5 മെഗാപിക്സലിന്റെ ക്യാമറയിൽ ലഭിക്കുന്നതാണ്. Oppo F9ൽ സെൽഫി ക്യാമറ 25 മെഗാപിക്സലിന്റെ ക്യാമറയാണ്. Poco F1ൽ 20 മെഗാപിക്സലിന്റെ 2.0 അപ്പർച്ചറോട് കൂടിയുള്ള ക്യാമറയുമാണ് ലഭിക്കുക. Oppo F9ൽ മൈക്രോ USB Type 2 ചാർജിംഗ് ആണ്. എന്നാൽ Poco F1ൽ നിങ്ങൾക്ക് Type C ചാർജിംഗ് ലഭിക്കുന്നതാണ്. രണ്ട് ഫോണുകളും ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടഡ് ആണ്. Poco F1 നിങ്ങൾക്ക് Qualcomm ഫാസ്റ്റ് ചാർജർ 3 ആണ് ലഭിക്കുക. അതേപോലെ തന്നെ Oppo F9ഉം ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടഡ് ആണ്. ഇതിൽ രണ്ട് ഫോണുകളിലും ഫിംഗർ പ്രിന്റ് സെൻസർ ലഭിക്കും. അതിനോടൊപ്പം തന്നെ Poco F9ൽ ഇൻഫ്രാറെഡ് ഫേസ് റെക്കഗ്നൈസർ ഉണ്ട്. ഇത് ഉപയോഗിച്ച് നമുക്ക് രാത്രി സമയങ്ങളിലാണെങ്കിൽ പോലും ഫോൺ ഫേസ് അൺലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ രണ്ട് ഫോണുകളുടെയും ബാറ്ററി കപ്പാസിറ്റി Oppo F9ൽ 3400 മില്യൺ ആംപിയറിന്റെ ബാറ്ററിയാണ്. പോക്കോയിൽ നമുക്ക് ലഭിക്കുക 4000 മില്യൺ ആംപിയർ ബാറ്ററിയാണ്. എന്തായാലും രണ്ട് ഫോണും ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടഡ് ആയതുകൊണ്ട് ബാറ്ററി കപ്പാസിറ്റി കുറച്ച് കുറവാണെന്നുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടഡ് ആയ ഫോൺ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം, ഈ രണ്ട് ഫോണുകളിലും നോച്ച് നമുക്ക് ലഭിക്കും. കാരണം സ്ക്രീനിന്റെ ഏറ്റവും മുകളിലായിട്ടൊരു നോച്ച് ലഭിക്കും. എന്നാൽ Oppo F9ലെ നോച്ച് വളരെ ചെറുതാണ്, ഫുൾ സ്ക്രീൻ നമുക്ക് ലഭിക്കും. എന്നാൽ Poco ഐഫോണിലൊക്കെ കാണുന്ന പോലുള്ള നോച്ച് കുറച്ച് വൈഡ് ആയിട്ടുള്ള നോച്ചാണ്. 25,000 രൂപയുടെ താഴെ രണ്ട് ഫോണുകളും 6 GB റാം വേരിയന്റ് വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രണ്ട് ഫോണുകളും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം ഇതിന്റെ പ്രോസസർ സൈഡാണ്. ഇപ്പോൾ Helio P60 എന്ന് പറയുന്ന പ്രോസസ്സറാണ് MediaTekന്റെ ഓപ്പോയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് മിക്ക ഫോണുകളിലും കാണാൻ സാധിക്കുന്ന പ്രോസസ്സറാണ്. എന്നാൽ പോക്കോയിൽ ഉപയോഗിച്ചിരിക്കുന്ന Snapdragon 845 എന്ന് പറയുന്ന പ്രോസസ്സർ ഇത് ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ഇത് ഈ OnePlus 6 പോലെയുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ മാത്രം കണ്ടുവരുന്ന പ്രോസസ്സറാണ്. Xiaomi
20,999 രൂപയ്ക്ക് നമുക്ക് നൽകുന്നത്. ഒരു ഫോൺ എടുക്കാൻ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതിൻ്റെ പ്രോസസ്സറാണ്. പ്രോസസ്സർ ഏതാണ്, ഏത് രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രോസസ്സറാണെന്ന് നമ്മൾ മനസ്സിലാക്കി വേണം ഫോൺ എടുക്കാനായിട്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ Oppo F9 എന്ന് പറയുന്ന ഫോണിനേക്കാളും എന്തുകൊണ്ടും നല്ലത് പോക്കോ എന്ന് പറയുന്ന ഫോണായിരിക്കും. കാരണം പ്രോസസ്സർ സൈഡ് തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ Oppo F9 നമുക്ക് നോർമലായിട്ടുള്ള ഗെയിമിംഗ് മറ്റും സാധ്യമാണ്. എന്നാൽ ഇച്ചിരി ഹൈ ഗ്രാഫിക്സ് ഉള്ള അല്ലെങ്കിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗെയിംസ് ഒക്കെ നമ്മൾ കളിക്കണമെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 845 എന്ന് പറയുന്ന പ്രോസസ്സർ തീർച്ചയായിട്ടും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കും. മറ്റൊരു കാര്യം, പോക്കോയിൽ നമുക്ക് Type-C USB പോർട്ടാണ് ലഭിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പോക്കോയിൽ ബാറ്ററി 4000 mAh ബാറ്ററിയാണ്. എന്തായാലും Oppo F9നേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും പോക്കോ F1 ബാറ്ററി. കാരണം 4000 mAh ബാറ്ററി കപ്പാസിറ്റി പോക്കോയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഒരു പ്രശ്നം വരുന്നത് Oppo F9 കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 6 ആണ് ലഭിക്കുന്നത്. എന്നാൽ പോക്കോയിൽ നമുക്ക് കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 3 ആണ് ലഭിക്കുന്നത്. അതിന് കാരണം ഇത്രയും പ്രൈസ് വെട്ടിക്കുറച്ച് ഏറ്റവും വില കുറവിൽ ഏറ്റവും നല്ല ഒരു പ്രോസസ്സറുള്ള ഏറ്റവും നല്ല സ്പെസിഫിക്കേഷനുള്ള ഒരു ഫോണ് നൽകാനായിട്ട് ശ്രമിച്ചതുകൊണ്ടായിരിക്കാം ഈ കോണിംഗ് ഗൊറില്ല ഗ്ലാസ്. അതേപോലെ തന്നെ ബാക്ക് സൈഡൊക്കെ ഇതിൻ്റെ പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇതിൽ Xiaomi കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ബാക്കി എല്ലാ ഫീച്ചറുകളും ഞാൻ പറഞ്ഞതുപോലെ ബാറ്ററി സൈഡ് ആയിക്കോട്ടെ, പെർഫോമൻസ് സൈഡ് ആയിക്കോട്ടെ, എല്ലാം തന്നെ പോക്കോ F1 എന്ന് പറയുന്ന ഫോണാണ് മുമ്പിൽ. ഈ വീഡിയോയിലൂടെ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണോ അത് വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഈ ഫോണുകൾ വാങ്ങാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ തന്നെ ലഭിക്കും. ഈ രണ്ട് ഫോണുകളും കമ്പയർ ചെയ്തതിൽ നിന്നും എൻ്റെ അഭിപ്രായം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു കഴിഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. Oppo F9 Pro ആണോ ബെറ്റർ, അതോ പോക്കോ F1 എന്ന് പറയുന്ന ഫോണാണോ ബെറ്റർ? നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഇതേപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ആ കാര്യവും കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി മറക്കാതെ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.